സമസ്ത ജമിയത്തുൽ ഉലമയും അതിലെ പണ്ഡിത മഹത്തുക്കളും അതോടൊപ്പം തന്നെ ഈ ഉമ്മത്തിന് രാഷ്ട്രീയവും സാമൂഹികവുമായ ദിശാബോധം നൽകുന്ന പാണക്കാട് കുടുംബവും ഒരുപാട് ഫിത്നയും ഫസാദൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഫിത്നയും ഫസാദും ഒരു ആവേശമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെയായിരിക്കും ഒരു പരിപാടി ഉണ്ടാവുക. അവർ ചെന്ന് ജോലി ചെയ്യുന്നിടത്തും ഈ ഫിത്നയും ഫസാദും ഉണ്ടാവും, സമൂഹത്തിലും ചെയ്യും, നാട്ടിലൊക്കെ ചെയ്യും. ഞാൻ പറയട്ടെ, ഒരു നിഅമത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വിലയറിയൂ. അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വാക്കുകൾ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയണം, എൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ അങ്ങോട്ട് മാറ്റി കുത്തണം, ഇങ്ങോട്ട് കുത്തണം, അവിടെ തോൽപ്പിക്കണം, ഇവിടെ തോൽപ്പിക്കണം എന്നൊക്കെ നമ്മളോടൊപ്പം തന്നെ ചിരിച്ചു നടന്ന് കുശലം പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വലിയ വേദനയുണ്ട്. ഇതിന് കുത്തിത്തിരിപ്പ് എന്ന മലയാളത്തിൽ പറയാം. ഈ തിരുപ്പൻ പരിപാടി ചെയ്യുന്നവർ എന്നത് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഫിത്നയാണ്, ഈ പറയുന്നത് ഫിത്നയാണ്. ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കരുത്. വിള്ളലുണ്ടാക്കാൻ വലിയ എളുപ്പമാണ്, ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിള്ളലുണ്ടാക്കുന്നവരുടെ കൂടെ ആരുണ്ടെന്നറിയോ? പിശാചുക്കളുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യം എളുപ്പത്തിൽ നടക്കുന്നവർക്ക് തോന്നും. കാരണം ശൈത്താന്മാർ മുഴുവൻ അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും. സർവ്വ വാട്സപ്പ് അക്കൗണ്ടിലും ശൈത്താന്മാർ ഇരിക്കുന്നുണ്ടാവും. നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ്. നന്മ തിന്മയെ പോലെ എളുപ്പമല്ല, അത് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഈ തിരുപ്പ് പരിപാടി ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിർത്തിക്കോളി. സാധനം കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് നീങ്ങുമ്പോഴേ ഈ ഒരു ഉമ്മത്തിന്റെ ശബ്ദവും ഒരുമയും ഇല്ലാതെയായാൽ നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെപ്പോലെ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോഴേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും നമ്മുടെ അനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ വില നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്ത് ചെയ്തു ഈ ചോദിക്കാൻ വലിയ എന്താ ചെയ്തതെന്ന് ചോദിച്ചോക്ക്. എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്? നിങ്ങൾ എന്താ സമുദായത്തിന് ചെയ്തു കൊടുത്തത്? എത്ര എളുപ്പത്തിലാണ് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത്. യോജിപ്പിനാണ് നമ്മളെ പ്രവൃത്തി. അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ, അവിടെ റസൂലുള്ളാഹി നിങ്ങളുടെ പൊരുത്തുണ്ടാവുള്ളൂ. നാളെ മഹ്ശറിലേക്ക് എത്തുമ്പോഴേ ഈ ഉമ്മത്തിന്റെ മനസ്സിന് വിള്ളലുണ്ടാക്കിയ ആളുകളായിരുന്നു ഇവര്. സ്വന്തം ഉമ്മത്തികളിൽ ഉമ്മത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പണിയെടുത്ത ആളുകളെ ഹബീബായ നബി തങ്ങൾ അവിടെ തിരിച്ചറിയും. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരങ്ങോട്ട് മാറ്റി നിർത്തിൻ, അവരോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു നേരത്തെ ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ബോധ്യത്തിലാവണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ഇസ്സത്തോടുകൂടെ ഇവിടെ നിലനിൽക്കണം. പാണക്കാട് കുടുംബം, മറ്റു സയ്യിദന്മാർ, നേതാക്കന്മാർ, ഉമ്മത്തിന് നൽകുന്ന നേതൃത്വം, ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടും അച്ചടക്കത്തോടെയും ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് സമസ്തയുടെ പാരമ്പര്യം.